ഇന്നത്തെ വീഡിയോയിലെ ഈ ഒരു കുപ്പി വെച്ചിട്ട് തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് കുറച്ച് ഇംഗ്ലീഷിലുള്ള കിടിലും കുറച്ച് സംഭവങ്ങൾ പഠിക്കാൻ പോകട്ടെ. നിങ്ങൾ വളരെ ബിഗിനർ ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ വളരെ തുടക്കക്കാരായിട്ട് ഇംഗ്ലീഷ് പഠിച്ചു വരുന്നു, ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ കുപ്പി വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ എൻ്റെ പേര് ഷിജു തോമസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയാനായിട്ട്, നമ്മൾ ഇത്തരത്തിൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ, ഞാൻ പ്രാക്ടീസ് ചെയ്ത കാര്യങ്ങൾ, ഞാൻ പഠിച്ചെടുത്ത കാര്യങ്ങൾ, ഞാൻ അറിഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ പൊതുവെ എല്ലാവരും പലപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകളാണ് this is a car, അല്ലെങ്കിൽ this is a bottle, that is a bottle, these are some bottle, അല്ലെങ്കിൽ these are cars, these are my friends, അല്ലെങ്കിൽ that is my friend, this is my friend, those are my friends. ഇങ്ങനെ ദിസ്, ദാറ്റ്, ദീസ്, ദോസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സംഭവങ്ങൾ നമ്മൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. എന്നാലേ തുടക്കക്കാരായിട്ടുള്ള ആളുകൾ നമ്മളൊക്കെ സംസാരിച്ച് തുടങ്ങുമ്പോൾ, ഇംഗ്ലീഷിൽ സംസാരിച്ച് തുടങ്ങുമ്പോൾ ഈ ദിസ്സും ദാറ്റും ദീസും ദോസൊക്കെ തമ്മിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പലപ്പോഴും മാറിപ്പോവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ബേസിക്കലി പഠിച്ചു തുടങ്ങാം. ഇതൊക്കെ ഒരു ഗ്രാമറിന്റെ ഭാഗമായിട്ട് വരുന്ന കേട്ടോ. നമ്മളിങ്ങനെ ഗ്രാമർ പഠിക്കുക എന്നുള്ള രീതിയിലൊന്നും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. നമ്മൾ നോർമലി നമ്മൾ മലയാളം പഠിച്ച പോലെ സംസാരിച്ച് പഠിച്ചാൽ തന്നെ പറ്റുള്ളൂ. അപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇതൊരു ബോട്ടിലാണ് അല്ലേ. അപ്പോൾ ഇതൊരു ബോട്ടിലാണെന്നുള്ളതിന് നമ്മൾ മലയാളത്തിൽ ഇതൊരു ബോട്ടിലാന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ അതിനെ എങ്ങനെ പറയും? നമ്മൾ പറയും ദിസ് ഈസ് എ ബോട്ടിൽ, ദിസ് ഈസ് എ ബോട്ടിൽ അല്ലേ, ദിസ് ഈസ് എ ബോട്ടിൽ. കറക്റ്റ് അല്ലേ? ഇനി അടുത്തൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കാൻ കേട്ടോ. എന്തുകൊണ്ടാണ് ഇതിനെ ദിസ് ഈസ് എ ബോട്ടിൽ എന്ന് പറഞ്ഞത്? എന്തുകൊണ്ട് ഇതിനെ ദാറ്റ് ഈസ് എ ബോട്ടിൽ എന്ന് പറഞ്ഞില്ല? അല്ലെ, നമ്മൾ ദാറ്റ് ഈസ് എ ബോട്ടിൽ നിന്നും കേട്ടിട്ടുണ്ട്, ദിസ് ഈസ് എ ബോട്ടിൽ നിന്നും കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ദീസ് ആർ ബോട്ടിൽസ് എന്നും കേട്ടിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഇതിനതൊന്നും പറയാതെ ഇതിനെ ദിസ് ഈസ് എ ബോട്ടിൽ എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? ഇത് ഒരു ബോട്ടിലായതുകൊണ്ടും ഈ ദിസ് എന്ന് പറയുന്ന സാധനം ഒരെണ്ണത്തിനെ, ഒരാളേനെ, ഒരു വ്യക്തിനെ അല്ലെങ്കിൽ ഒരു സാധനത്തിനെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് ദിസ് എന്ന് പറയുന്നത്. ഈ ദിസ് എപ്പോഴാണ് ഉപയോഗിക്കുക? ഇതൊന്നും ഇങ്ങനെയൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല, സിമ്പിളാണ്. ഒരാളെ ഉള്ളൂ അല്ലെങ്കിൽ ഒരെണ്ണേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ എന്ത് പറയും? ഇത് ദിസ് എന്ന് മാത്രം ഉപയോഗിക്കുള്ളൂ നമ്മൾ. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഈ ദിസ് നമ്മുടെ അടുത്ത കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിസ് ഈസ് എ ബോട്ടിൽ എന്ന് ഞാൻ പറയാൻ കാരണം, ഈ ബോട്ടിൽ എൻ്റെ കയ്യിലാണ് അല്ലെങ്കിൽ എൻ്റെ അടുത്താണ്, എൻ്റെ ചുറ്റുവട്ടത്താണ്. ഇപ്പം ഞാൻ ഇതിവിടെ വെച്ചു എന്ന് വിചാരിക്കാം, ഇവിടെ ഇരിക്കൂല, എന്നാലും ഇവിടെ വെച്ചു എന്ന് വിചാരിക്കാം. എന്നാലും എനിക്കിത് പറയാം, ദിസ് ഈസ് എ ബോട്ടിൽ എന്ന് പറയാം. ഞാൻ ഈവൻ ടച്ച് ചെയ്തിട്ടില്ലെങ്കിൽ പോലും എനിക്ക് ദിസ് ഈസ് എ ബോട്ടിൽ എന്ന് പറയാം. മനസ്സിലായില്ലേ? ഇല്ല, ഇപ്പം നമ്മുടെ തൊട്ടടുത്തുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പറയണമെങ്കിൽ ദിസ് ഈസ് എ കാർ, ദിസ് ഈസ് എ പെൻ, ദിസ് ഈസ് എ ബോട്ടിൽ, അല്ലെങ്കിൽ ദിസ് ഈസ് മിസ്റ്റർ രാമചന്ദ്രൻ. അങ്ങനെ നമുക്ക് ഒരാളെനൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കാം. ഇനി നേരെ മറിച്ച് നമ്മൾ എപ്പോഴാണ് ഇത് ദാറ്റ് എന്ന് വെച്ചിട്ട് പറയുക? ദാറ്റ് ഈസ് എ ബോട്ടിൽ നമ്മൾ എപ്പോഴാണ് പറയാം? ഉദാഹരണത്തിന് ഈ ബോട്ടിൽ ഞാൻ അങ്ങ് ദൂരെ മാറ്റി വെച്ചു. ഫോർ എക്സാമ്പിൾ നമ്മൾ ബാക്കിൽ വെച്ചു, പോയിട്ടോ ബാക്കിലേക്ക് പോയി. അത് അത്ര പൂന്നിയാലും വിചാരിച്ചില്ല. അപ്പോൾ അത് ബാക്കിൽ പോയി, അങ്ങ് ദൂരെയുള്ളത് ഒരു പക്ഷെ എനിക്ക് കാണില്ല, പക്ഷെ എനിക്കറിയാം അങ്ങ് ദൂരെ അവിടെ ബാക്കിലൊരു ബോട്ടിൽ ഉണ്ട് എന്ന് അറിയാം. അപ്പം നമ്മൾ എന്ത് പറയും? ദാറ്റ് ഈസ് എ ബോട്ടിൽ എന്ന് പറയും. ദാറ്റ് ഈസ് എ ബോട്ടിൽ, അതായത് അതൊരു ബോട്ടിലാണ്. നമ്മൾ മലയാളത്തിൽ കേട്ടിട്ടില്ലേ, ഇതൊരു ബോട്ടിലാണ്, അതൊരു ബോട്ടിലാണ്. അത് എന്ന് പറയുമ്പോൾ പറയാ, അത് കുറച്ച് ദൂരെയുള്ള സാധനമായിരിക്കണം. നമ്മുടെ അടുത്താവണം എന്നില്ല, നമുക്ക് കാണണം എന്നില്ല. ചിലപ്പോൾ അപ്പുറത്തെ റൂമിലാവാം, ചിലപ്പോൾ കുറച്ച് ദൂരെ ആവാം, കുറച്ച് അകലത്തിലുള്ള സാധനമാവാം. അപ്പൊ അത്തരത്തില് കുറച്ച് ദൂരെയുള്ള സാധനത്തിനാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ദാറ്റ് ഈസ് എ ബോട്ടിൽ എന്ന് പറയും. ക്ലിയർ ആയില്ലേ? അപ്പൊ നമ്മുടെ കയ്യിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ദിസ് ഈസ് എ ബോട്ടിൽ എന്ന് പറയും. നമ്മുടെ അടുത്തല്ല, കുറച്ച് ദൂരെയാണ്, നമുക്ക് കാണാനും പറ്റുന്നുണ്ടെങ്കിലും പറ്റുന്നില്ലെങ്കിലും കുറച്ച് ദൂരെയുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ദാറ്റ് ഈസ് എ ബോട്ടിൽ എന്ന് പറയും. ക്ലിയർ ആയില്ലേ? ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ബോട്ടിലിന് പകരം 2 ബോട്ടിലുണ്ട് വിചാരിക്കാം, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉദാഹരണത്തിന് 2 ബുക്ക് ഉണ്ട്. ഇപ്പം എൻ്റെ കയ്യിൽ ഒന്നിൽ കൂടുതൽ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ 2-3 എൻ്റെ കയ്യിൽ ഒരു ഡയറി ഉണ്ട്. ഒരു ഡയറിക്ക് വരെ എൻ്റെ കയ്യിൽ 2-3 ഡയറികളുണ്ട് വിചാരിക്കാം. അപ്പം നമ്മൾ എന്ത് പറയും? നേരത്തെ ഒരു കുപ്പീനെ കാണിച്ചപ്പോഴാണ് നമ്മൾ ദിസ് പറഞ്ഞു കേട്ടോ, അല്ലേ? അപ്പൊ ഈ സാഹചര്യത്തിൽ നമ്മൾ എന്ത് പറയും? അപ്പൊ നമ്മൾ പറയും ദീസ് ആർ ബുക്സ്, ദീസ് ആർ ബുക്സ്. എന്തുകൊണ്ടാണ് ദീസ് പറഞ്ഞത്? ദീസ് പറഞ്ഞത് ഈ സാധനം എൻ്റെ ചുറ്റുവട്ടത്തായതുകൊണ്ട്, എൻ്റെ അടുത്തുള്ള ഒരു വസ്തു ആയതുകൊണ്ട്, ഒന്നിൽ കൂടുതൽ ഉള്ളത് കൊണ്ടും നമ്മൾ പറഞ്ഞു ദീസ് ആർ ബുക്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ആളുകളുടെ കേസിൽ വ്യക്തികളെ പറ്റിയിട്ട് പറയുമ്പോൾ ദിസും ദീസും ഒക്കെ എങ്ങനെ പറയാന്നുള്ളത് നമുക്ക് ഈ വീഡിയോന്റെ അവസാനം പറയാം. അതൊരു എക്സ്ട്രാ ബോണസ് പോയിന്റ് ആയിട്ട് നിങ്ങൾ വെച്ചാൽ മതി. അപ്പൊ നമ്മുടെ അടുത്തുള്ള 2-3 ബുക്കുകൾ ആയതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞു? ദീസ് ആർ ബുക്സ് എന്ന് പറഞ്ഞു. ദീസ് ആർ ബുക്സ്. ഇനി ഈ ബുക്കുകൾ നേരത്തെ വെള്ളംകുപ്പിയുടെ പോലെ തന്നെ ബാക്കിൽ മാറ്റി വെച്ചു.
ടാക്കിൽ മാറ്റി വെച്ചപ്പോൾ ഇപ്പൊ നമ്മുടെ അടുത്ത് ബുക്കുകളില്ല, കുറച്ച് അകലെയാണ് ബുക്കുകളുള്ളത്. അപ്പൊ നമ്മൾ എന്ത് പറയും? അപ്പൊ നമ്മൾ പറയും ദോസ് ആർ ബുക്സ്, ദോസ് ആർ ബുക്സ്. ക്ലിയർ ആയില്ലേ? നമ്മുടെ അടുത്തില്ല, അകലെയാണ്, കുറച്ച് ദൂരെയാണ്, ചിലപ്പോൾ അപ്പുറത്തെ റൂമിലാണ്, അപ്പുറത്താണ് ഇരിക്കണത്. ആരെങ്കിലും വന്നിട്ട് ചോദിക്കില്ല, അപ്പുറത്തെ മുറിയിലെ ടേബിളിന്റെ മുകളിൽ എന്ത് സാധനം ഇരിക്കണത്? അപ്പൊ നമ്മൾ പറയും ദോസ് ആർ ബുക്സ്, അത് കുറച്ച് പുസ്തകങ്ങളാണ്, അത് കുറച്ച് പുസ്തകങ്ങളാണ്. ക്ലിയർ ആയില്ലേ? നമ്മൾക്ക് ദിസ് ക്ലിയർ ആയി. ദിസ് ഈസ് എ ബുക്ക്, ദാറ്റ് ഈസ് എ ബുക്ക് അകലെയാണെന്നുണ്ടെങ്കിൽ. ദീസ് ആർ ബുക്സ്, ദോസ് ആർ ബുക്സ്. ക്ലിയർ ആയില്ലേ? അപ്പൊ ദിസ്, ദാറ്റ്, ദീസ്, ദോസ് ക്ലിയർ ആയി. ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് നമുക്ക് പറയാം. ഇനി നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഹലോ ദിസ് ഇസ് ഷിജു തോമസ് എന്ന് പറയാറുണ്ട്. എപ്പോഴാണ് ദിസ് ഈസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ പേര് പറയാ? ഇപ്പൊ നിങ്ങൾ ഒരാളെ നേരിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? നമ്മൾ നേരിട്ട് ഒരു വ്യക്തിനെ ഫേസ് ടു ഫേസ് കാണുകയാണ്, നമ്മൾ കൈ കൊടുത്തിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ദിസ് ഈസ് ഷിജു തോമസ് എന്ന് പറയൂല. നമ്മൾ നേരിട്ട് കാണുന്നില്ല, ഫോണിലൂടെയാണ് അത് കാണുന്നതെന്നുണ്ടെങ്കിൽ, നമ്മൾ നേരിട്ടല്ല കാണുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം, ഹായ് ഹലോ ദിസ് ഈസ് ഷിജു തോമസ്, ഇത് ഷിജു തോമസ് ആകുന്നു എന്ന് പറയാം. നമ്മൾ നേരിട്ട് കാണുകയാണെങ്കിൽ ഹലോ ചേട്ടാ ഇത് ഷിജു ആണ് കേട്ടോ എന്ന് പറയേണ്ട ആവശ്യമില്ലോ, ഐ ആം ഷിജു എന്ന് പറയാം, ഐ ആം ഷിജു തോമസ് എന്ന് പറയാം. അല്ലാതെ നമ്മൾ കൈ കൊടുത്തിട്ട് ദിസ് ഈസ് ഷിജു തോമസ് എന്ന് നമ്മൾ പറയാറില്ല. അതിനിപ്പോ എന്താണ് അതിന്റെ റൂള് കാര്യങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതങ്ങനെ തന്നെയാണ്, അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി എന്ന് പറയില്ലേ. പിന്നെ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ഒരു കുറച്ച് ഫ്രണ്ട്സ് വീട്ടിൽ വന്നു. അപ്പൊ നമ്മൾ അമ്മയ്ക്ക് അല്ലെങ്കിൽ വൈഫിനൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണെന്ത്, അമ്മ അല്ലെങ്കിൽ വൈഫ് ഇതെന്റെ ഫ്രണ്ട്സ് ആണ്, ദീസ് ആർ മൈ ഫ്രണ്ട്സ്, ദീസ് ആർ മൈ ഫ്രണ്ട്സ്. അതായത് ഒരു ഫ്രണ്ട് ഇതാണെങ്കിൽ നമ്മൾ ദിസ് ഈസ് മൈ ഫ്രണ്ട് എന്ന് പറയുള്ളൂ. മനസ്സിലായില്ലേ? ദിസ് ഇസ് മൈ ഫ്രണ്ട് എന്ന് പറയുള്ളൂ. ഒന്നിൽ കൂടുതൽ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ദീസ് ആർ മൈ ഫ്രണ്ട്സ് എന്ന് പറയും, ദീസ് ആർ മൈ ഫ്രണ്ട്സ് എന്ന് പറയും. പക്ഷേ നമ്മൾക്കിപ്പോൾ ആ ഫ്രണ്ടിന്റെ ഒക്കെ പേര് പറഞ്ഞിട്ട് പരിചയപ്പെടുത്തി കൊടുക്കണം. ഇത് രാമചന്ദ്രൻ, ഇത് ശശി, ഇത് ബാബു, ഇത് ജോജു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കണം എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? ദീസ് ആർ മൈ ഫ്രണ്ട് ജോജു, അങ്ങനെ പറയില്ല നമ്മൾ. അപ്പൊ നമ്മൾ പറയും ദിസ് ഇസ് ജോജു, ദിസ് ഇസ് ബാബു, ദിസ് ഇസ് ശശി, ദിസ് ഇസ് രാമചന്ദ്രൻ, അങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പൊ നമ്മൾ ദീസ് പറയില്ല കേട്ടോ. ക്ലിയർ ആയില്ലേ? ഒന്നിൽ കൂടുതൽ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഫ്രണ്ട്സ് എന്ന് മാത്രം പറയുകയാണെങ്കിൽ ദീസ് ആർ മൈ ഫ്രണ്ട്സ് എന്ന് പറയാം. അല്ല ഓരോരുത്തരെയും പേര് പറയുകയാണെങ്കിൽ ദിസ് ഈസ് ഇന്നാള്, ദിസ് ഈസ് ഇന്നാള്, ദിസ് ഈസ് ഇന്നാളെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കാം നമുക്ക്. ക്ലിയർ ആയില്ലേ? അപ്പൊ ഈ വീഡിയോ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലേ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആണെന്ന് തോന്നിയത് കൊണ്ടായിരിക്കണം നിങ്ങൾ ഇത്രയും നേരം കണ്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കട്ടോ. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് അറിയാവുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ കമന്റിൽ മെൻഷൻ ചെയ്താൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ബാക്കി ഒരുപാട് വീഡിയോകൾ നമ്മൾ മുന്നും ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. അടുത്ത ഏതെങ്കിലും കിടിലൻ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും. ഷിജു തോമസ് സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ ബൈ.